ഐക്യത്തിന്റെ വേദിയാകുമെന്ന് അവകാശപ്പെട്ട കൊച്ചിയിലെ കോൺഗ്രസ് മഹാപഞ്ചായത്ത് കേരള രാഷ്ട്രീയത്തിന് മുന്നിൽ തുറന്നു കാട്ടിയത് ഒരു പാർട്ടിയുടെ അകത്തെ ജനാധിപത്യം എത്രത്തോളം ശൂന്യമായി കഴിഞ്ഞുവെന്ന ഭീതിജനകമായ യാഥാർത്ഥ്യമാണ്. വേദിയിൽ കൈകോർക്കലിന്റെ ഭാഷയായിരുന്നു. പക്ഷെ അണികളുടെയും മുതിർന്ന നേതാക്കളുടെയും മുന്നിൽ നടന്നത് അവഗണനയുടെ, അപമാനത്തിന്റെ, അധികാര കേന്ദ്രവൽക്കരണത്തിന്റെ തുറന്ന പ്രകടനങ്ങളാണ്. UDF അധികാരത്തിൽ വന്നാൽ കേരളം ഏത് രീതിയിലുള്ള ഭരണ സംസ്കാരത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നതിന്റെ ട്രെയിലറായിരുന്നു കൊച്ചി മഹാപഞ്ചായത്ത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ KPCC പ്രസിഡന്റുമാരായ K സുധാകരൻ, രമേശ് ചെന്നിത്തല, പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ എന്നിവർ സ്റ്റേജിൽ അക്ഷരാർത്ഥത്തിൽ കോലം കുത്തിവെച്ചതുപോലെയിരുന്നു. പാർട്ടിയുടെ 4 കരുത്തരായ നേതാക്കളെ ഒരേ വേദിയിൽ, ഒരേ ദിവസത്തിൽ, ഒരേ മനോഭാവത്തിൽ നിഷ്പ്രഭരാക്കിയ അപൂർവ കാഴ്ചയ്ക്കാണ് കൊച്ചി സാക്ഷ്യം വഹിച്ചത്. ഇവരെ ഒതുക്കി KC വേണുഗോപാലിനെ കേരള കോൺഗ്രസിന്റെ അമരക്കാരനായി വാഴിക്കാനുള്ള ഹൈക്കമാൻഡ് നീക്കമാണ് മഹാപഞ്ചായത്തിന്റെ ഉള്ളടക്കമായി മാറിയത്. ഐക്യത്തിന്റെ പേരിൽ നടന്ന ഈ ഏകപക്ഷീയ പ്രകടനം പാർട്ടിക്കുള്ളിൽ മാത്രമല്ല പൊതുസമൂഹത്തിലും കടുത്ത അസ്വസ്ഥതയാണ് സൃഷ്ടിച്ചത്. രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിലേക്ക് കയറാനെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശനെ തടഞ്ഞു. പകരം മറ്റൊരു വാഹനത്തിൽ പോകാനാണ് നിർദ്ദേശിച്ചത്. പാർലമെന്ററി പാർട്ടി നേതാവിനെ പരസ്യമായി തഴയുന്ന ദൃശ്യമായിരുന്നു അത്. അധികാരമില്ലാത്തപ്പോഴും പ്രതിപക്ഷ നേതാവിനോട് കാണിക്കുന്ന ഈ സമീപനം അധികാരം കൈവന്നാൽ ഭരണകൂടം എത്രമാത്രം ഏകാധിപത്യപരമാകുമെന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. K സുധാകരനെ വേദിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് സണ്ണി ജോസഫിന് സീറ്റ് നൽകുന്ന ദൃശ്യങ്ങളാണ് മറ്റൊന്ന്. സംഘടനയെ വർഷങ്ങളോളം നയിച്ച നേതാവിനെ പ്രവർത്തകരുടെ മുന്നിൽ വെച്ച് ഒന്നുമല്ലാതാക്കുന്ന രാഷ്ട്രീയ സംസ്കാരത്തിന്റെ തെളിവാണത്. കൈകൊടുത്ത് അഭിവാദ്യം ചെയ്യുമ്പോൾ പോലും സുധാകരനെ അവഗണിച്ച രാഹുൽ ഗാന്ധിയുടെ ശരീരഭാഷ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും അതൊന്നും അബദ്ധമല്ല, മനഃപൂർവ്വമുള്ള കാട്ടിക്കൂട്ടലുകളാണെന്ന്. കോൺഗ്രസിൽ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടാൽ ഏത് നേതാവിന്റെയും അവസ്ഥ ഇതായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് ഈ കാഴ്ചകൾ പറയാതെ പറയുന്നത്. ജനപ്രീതിയിൽ മുന്നിലുള്ള ശശി തരൂരിനെ പൂർണ്ണമായി അവഗണിച്ചതും മഹാപഞ്ചായത്തിലെ മറ്റൊരു രാഷ്ട്രീയ നീക്കമാണ്. രാഹുൽ എത്തുന്നതിന് മുൻപേ പ്രസംഗം അവസാനിപ്പിക്കേണ്ടി വന്ന തരൂരിന് രാഹുലിന്റെ പ്രസംഗത്തിൽ ഒരു പരാമർശം പോലും ലഭിക്കാതെ പോയതും അപമാനമാണ് ഉണ്ടാക്കിയത്. കേരള രാഷ്ട്രീയത്തിൽ തരൂരിന് ഇനി വലിയ പങ്കില്ലെന്ന ഹൈക്കമാൻഡ് പ്രഖ്യാപനമായി ഇതിനെ കാണാം. സീനിയോറിറ്റിയെയും പദവിയെയും മറികടന്ന് രമേശ് ചെന്നിത്തലയെ UDF കൺവീനർ അടൂർ പ്രകാശിനും ശേഷമാണ് പ്രസംഗിക്കാൻ വിളിച്ചത്. ഇതും 4 നേതാക്കളെയും ഒരേ വേദിയിൽ നിർത്തി ഒതുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. ഇതെല്ലാം നടക്കുമ്പോൾ വേദിയിൽ ഒരു സാധാരണ അതിഥി തൊഴിലാളി ചോദിച്ച ഒരു വികസന ചോദ്യത്തോടുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണവും ഗുരുതരമായ സന്ദേശമാണ് നൽകിയത്. കേരളം എന്തുകൊണ്ട് വികസിച്ചുവെന്നും ബംഗാൾ എന്തുകൊണ്ട് പിന്നിൽ പോയെന്നുമുള്ള ചോദ്യമുയർന്നതോടെ മൈക്ക് തട്ടിപ്പറിച്ചും സംസാരിക്കാൻ അനുവദിക്കാതെയും നടത്തിയ ഇടപെടൽ ചോദ്യങ്ങളോട് അസഹിഷ്ണുത കാണിക്കുന്ന അധികാര മനസ്സിന്റെ പ്രതിഫലനമായിരുന്നു. കേരളം എന്തുകൊണ്ട് വികസിച്ചെന്നും ബംഗാൾ എന്തുകൊണ്ട് പിന്നിൽ പോയെന്നും രാഹുലിനോട് ചോദിച്ച അതിഥി തൊഴിലാളിയുടെ കയ്യിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകർ മൈക്ക് വാങ്ങി. രാഹുൽ ഗാന്ധിയോട് സംസാരിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്ന് KC വേണുഗോപാൽ ചോദിച്ചപ്പോഴാണ് യുവാവ് എഴുന്നേറ്റത്. ഹലോ രാഹുൽ സാർ എന്ന് സംബോധന ചെയ്ത യുവാവ് വികസനത്തെക്കുറിച്ചുള്ള തന്റെ ആശങ്ക പങ്കുവച്ചു. ഹിന്ദിയിൽ ചോദ്യം ചോദിച്ച യുവാവിന്റെ പക്കലേക്ക് രാഹുൽ ഗാന്ധി നീങ്ങാൻ ശ്രമിച്ചെങ്കിലും വേദിയിലുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് മൈക്ക് മാറ്റി. തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചോദിക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ MP വേദിയിൽ നിന്ന് പറയുകയും ചെയ്തു. എന്നാൽ രാഹുലിന് ഹിന്ദി അറിയാമെന്നും അദ്ദേഹത്തോട് സംസാരിക്കാൻ അനുവദിക്കണമെന്നും യുവാവ് പിന്നീടും ആവശ്യപ്പെട്ടു. നേതാക്കൾ മൈക്ക് നൽകാതെ തിരിച്ചയച്ചു. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ചോദ്യം കേൾക്കാൻ പോലും തയ്യാറാകാത്ത സമീപനവും അഭിപ്രായ സ്വാതന്ത്ര്യത്തോടുള്ള കോൺഗ്രസിന്റെ യഥാർത്ഥ നിലപാട് പുറത്തു കൊണ്ടുവന്നതാണ്. രാഹുൽ ഗാന്ധി വേദിയിൽ എത്തുന്നത് മുതൽ കസേരയിൽ ഇരിക്കുന്നത് വരെയുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. വേദിയിലേക്ക് എത്തിയ രാഹുൽ MM ഹസൻ, K മുരളീധരൻ, ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, VS ശിവകുമാർ, ദീപ്തി മേരി വർഗീസ് എന്നിവർക്കും കൈകൊടുത്തു. തൊഴുതു നിൽക്കുന്ന K സുധാകരനെ കണ്ടതോടെ അതുവരെ നേതാക്കൾക്കരികിലേക്ക് എത്തിയ രാഹുൽ സ്വിച്ചിട്ടതുപോലെ നിന്നു. പിന്നെ തിരിഞ്ഞു നടന്നു.
കസേരയിൽ തന്റെ അടുത്തിരുന്നപ്പോഴും നയത്തിൽ അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു വിട്ടു. പകരം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ അടുത്തിരുത്തി. കൊച്ചി മഹാപഞ്ചായത്ത് ഒരൊറ്റ കാര്യം മാത്രമാണ് വ്യക്തമായി പറഞ്ഞത്. കോൺഗ്രസിനുള്ളിൽ അഭിപ്രായങ്ങൾക്ക് ഇടമില്ല, സീനിയോറിറ്റിക്ക് വിലയില്ല, ജനപ്രീതിക്ക് അംഗീകാരമേ ഇല്ല, ഹൈക്കമാൻഡിന്റെ ഇഷ്ടമാണ് എല്ലാം. ഇന്ന് പാർട്ടിക്കുള്ളിൽ ഇതാണ് അവസ്ഥയെങ്കിൽ നാളെ UDF അധികാരത്തിൽ വന്നാൽ ഭരണകൂടം എങ്ങനെയായിരിക്കുമെന്ന ആശങ്ക സ്വാഭാവികമാണ്. നേതാക്കളെ അപമാനിക്കുന്ന, ചോദ്യങ്ങളെ അടിച്ചമർത്തുന്ന, തീരുമാനങ്ങൾ ഒരു ചെറിയ വൃത്തത്തിനുള്ളിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഈ രാഷ്ട്രീയ സംസ്കാരം ഭരണത്തിലേക്ക് നീങ്ങിയാൽ ജനാധിപത്യത്തിന് തന്നെ അത് ഭീഷണിയാകും. കൊച്ചിയിലെ മഹാപഞ്ചായത്ത് ഐക്യത്തിന്റെ ആഘോഷമല്ലായിരുന്നു, അത് അധികാരത്തിന്റെ റിഹേഴ്സലാണ്. അതിൽ കണ്ടത് ഒരു മുന്നറിയിപ്പാണ്. UDF അധികാരത്തിൽ വന്നാൽ ചോദ്യം ചോദിക്കുന്നവർക്കും അഭിപ്രായം പറയുന്നവർക്കും നേതൃപദവിയിലുള്ളവർക്ക് പോലും സ്ഥാനം ഉറപ്പില്ലെന്ന മുന്നറിയിപ്പ്.